അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന ബഹുമാനനായ ആലൂർ സയ്യിദ് കെ സി അബ്ദുൽ ഖാദർ ആറ്റക്കോയ തങ്ങൾ, പരിപാടിയുടെ അധ്യക്ഷൻ, ഹിദായത്തുൽ ഇസ്ലാം യുവജന സംഘത്തിൻ്റെ പ്രസിഡന്റ് സിദ്ദിഖ് ബി കെ, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട സയ്യിദ് ഫൈസി തങ്ങൾ, അനീഫ് മദനി, നമ്മുടെ ഇമാം കൂടിയായ ഷഫീഖ് ദാരിം ഉസ്താദ്, ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, നമ്മുടെ ഇന്നത്തെ മജ്ലിസിന് നേതൃത്വം നൽകുന്ന മൻസൂർ ഉസ്താദ് അവർകളടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആലൂർ ഹിദായത്തുൽ ഇസ്ലാം യുവജന സംഘത്തിൻ്റെ 32ാം വാർഷികത്തിൻ്റെ ആഘോഷ പരിപാടിയുടെ തുടക്കമായ ഇന്ന് ഇഷ്ക് മജ്ലിസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. പ്രസംഗത്തിന് പ്രസക്തിയില്ലാത്ത ഒരു സമയമാണ് എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. എന്നിരുന്നാലും സംഘടനയെക്കുറിച്ച്, സംഘടനയെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കാം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ആദ്യം തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഏതൊരു സംഘടനയും തുടക്കം കുറിച്ച് അതിൻ്റെ പ്രൗഢി ഒട്ടും കുറയാതെ, അതിൻ്റെ ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തുടങ്ങിയത് ആ ലക്ഷ്യത്തിൽ തന്നെ 32 വർഷത്തോളം കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാനാവുന്ന ഒരു വസ്തുതയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു യുവജന സംഘം എന്നുള്ളത് 30 വർഷം പിന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ യുവാക്കളൊക്കെ ഉണ്ട്, പക്ഷേ സംഘടനാ പ്രവർത്തനങ്ങൾക്കോ അതുപോലെ ഇങ്ങനെയുള്ള മജ്ലിസുകൾക്കോ നേതൃത്വ നിരയിലേക്ക് ആരും വരാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത നല്ല രീതിയിൽ നമുക്ക് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നത്. എന്നിരുന്നാലും നമുക്ക് സംഘടനാ നേതൃത്വത്തിലേക്ക് ഇനിയും ഒരുപാട് യുവാക്കളെ അണിനിരത്തേണ്ടതുണ്ട്. അതിനുള്ള പ്രയത്നമായിരിക്കണം ഇതുപോലുള്ള സംഘടനാ പ്രവർത്തകർ, അവർക്കുള്ള പ്രചോദനമായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്നുള്ളത്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സംഘടന രൂപം കൊണ്ടത് തന്നെ പാവങ്ങൾക്ക് അത്താണിയായി, നമ്മുടെ പാവപ്പെട്ടവർക്ക് ഒരു സഹായത്തിനും അതുപോലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും കൂടിയാണ്. നമ്മുടെ നാട്ടിലെ യുവാക്കളെ ദീനീ ബോധമുള്ള ചെറുപ്പക്കാരാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘടനയെ നമ്മൾ രൂപം കൊടുത്തത്. 32 വർഷം മുമ്പ് ഈ സംഘടന രൂപം കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രസിഡന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട ദഫിന് നേതൃത്വം നൽകിയ ബഹുമാനനായ അബ്ദുൽ ഖാദർ അവർകളാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ ദഫിന്റെ ഉസ്താദായി ഇവിടെ ഇന്നും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ബി കെ ഹംസ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് തുടക്കം കുറിച്ച ഈ സംഘടന ഇന്ന് അതിൻ്റെ അതേ പ്രൗഢിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. എന്നിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ ഇത് ഖിയാമത്ത് നാൾ വരെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാം സജീവ സഹകരണത്തോടുകൂടി നമ്മോടൊപ്പം നിൽക്കണം എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, സമയം ഒരുപാട് വൈകിയത് കൊണ്ട്. നമ്മുടെ പരിപാടി ബഹുമാനപ്പെട്ട നമ്മുടെ ഇഷ്ക് മജ്ലിസിന്റെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങൾ വരുമ്പോഴേ പറഞ്ഞതാണ് എനിക്ക് സുഖമില്ല, പെട്ടെന്ന് ഒഴിവാക്കണമെന്ന്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്ക് ചുരുങ്ങിയ വാക്കിൽ നല്ല ഒരു ഉപദേശം നൽകും. ആ ഉപദേശത്തോടു കൂടി ഈ പരിപാടി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ ആറ്റക്കോയ തങ്ങളെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ സംഘടനയുടെ പ്രസിഡന്റ് ബി കെ സിദ്ദീഖ്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ആലൂർ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട ഫൈസി തങ്ങൾ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് അർഹിക്കുന്ന ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ ഈ പള്ളിയുടെ ഇമാം ഷഫീഖ് ദാരിമി ഉസ്താദ് അവർകളെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജമാഅത്തിന്റെ പ്രസിഡന്റ് വേദിയിലുണ്ട്, ബഹുമാനപ്പെട്ട അബ്ദുല്ല ആലൂർ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ള നമ്മുടെ ഈ പള്ളിയിൽ സ്വലാത്ത്, ഈ പരിപാടിയോടൊപ്പം തന്നെ നമ്മുടെ സ്വലാത്ത് മജ്ലിസ് കൂടി, സ്വലാത്തിന്റെ ഒരു വാർഷികം കൂടി നടത്തപ്പെടുകയാണ്. ഈ സ്വലാത്തിന് ഇവിടെ ഈ പള്ളിയിൽ പഴയകാല ഇമാമായ ഹനീഫ് മദനി ഉസ്താദ് അവർകളാണ് ഈ പള്ളിയിൽ സ്വലാത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഈ സ്വാഗതം ചെയ്യുന്നു. സദസ്സിലുള്ള ബഹുമാനപ്പെട്ട മുനീർ മിസ്ബാഹി ഉസ്താദ് നമ്മുടെ ആലൂർ മുഹസ്സിനാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ ഭാരവാഹി സെക്രട്ടറി കൂടിയായ അസീസ് വേദിയിലുണ്ട്, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്തിന്റെ ഭാരവാഹികൾ സദസ്സിലുണ്ട്, അതുപോലെ ഈ നൂറുൽ ഹുദയുടെ ഭാരവാഹികൾ സദസ്സിലുണ്ട്. ഈ ഉമറുൽ ഫാറൂഖ് മസ്ജിദിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഉമറുൽ ഫാറൂഖ് മസ്ജിദിന്റെ പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അസ്ര ആലൂർ ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി അഹമ്മദ് ആലൂർ, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരന്മാരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷകർമ്മം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് BK സിദ്ദീഖോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.